അപ്പോൾ നമുക്ക് ഹൂ നോസ് മീ ബെറ്റർ എന്ന ചലഞ്ചിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ. അപ്പോൾ നിങ്ങളിൽ ആരാണ് എന്നെ കൂടുതൽ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളതെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ഗെയിമിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്നെൻ്റെ അമ്മയാണ്, ഒന്നെൻ്റെ ഹസ്ബൻഡാണ്, ഒന്നെൻ്റെ കുട്ടിയാണ്. അതിൽ നമ്മൾ കുട്ടീനെ ജസ്റ്റ് ഒരു തമാശയ്ക്ക് ഒരു വെറുതെ ഒന്ന് ഇരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ അമ്മയും ഹസ്ബൻഡും ഇവരിൽ ആരാണ് എന്നെ കൂടുതൽ മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് പോകല്ലേ മനോട്ടാ? അമ്മേ റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അത് നമുക്ക് ദിച്ചുവിനോട് ചോദിക്കാം, കാരണം അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് അവൻ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ദിച്ചുവിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണേ, ശ്രദ്ധിച്ചിരുന്നോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്. അമ്മ പറ. ഓക്കെ, മനുവേട്ടൻ? ചോറ്, നാടൻ സംഭവങ്ങളാണ് എനിക്ക് ഇഷ്ടം. ചോറ്, കറികള്, പിന്നെ അതിനൊപ്പം വല്ല ചക്കയോ അല്ലെങ്കിൽ കപ്പയോ ബീഫോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് ആ കോമ്പിനേഷൻ നിനക്ക് നല്ല ഇഷ്ടമാണ്. നിങ്ങൾ മൂന്നാളും ആൻസർ പറഞ്ഞു. അപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, മൂന്നാൾക്ക് അറിയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടത് കൊണ്ട് മൂന്നാളും പറഞ്ഞ ഉത്തരം കറക്റ്റാണ്. കാരണം എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് നാടൻ ഐറ്റംസ് ആണ്, പ്രത്യേകിച്ച് ചോറ്, ചക്ക, കപ്പ, ചോറും കറിയും, ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ഫുഡ്. അപ്പോൾ മൂന്നാളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മൂന്നാൾക്കും പോയിന്റ് ഉണ്ട്. നമുക്ക് 15 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്, 5 പോയിന്റ് വെച്ചിട്ടാണ് കേട്ടോ. ടോട്ടൽ 75 മാർക്ക് വരുന്നത്. അപ്പോൾ മൂന്നാൾക്കും പോയിന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, 5 പോയിന്റ് വീതം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്, അതായത് അന്നും ഇന്നും എന്നും എനിക്ക് ഒരേപോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സോങ് ഉണ്ട്. ആ പാട്ട് ഏതാ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് തിരിച്ചു പറഞ്ഞേ. ഓക്കെ, മനുവേട്ടൻ? അമ്മ അറിയത്തില്ല. ഓക്കെ, ആൻസർ ദിച്ചൂട്ടനും മനുവേട്ടനും പറഞ്ഞാണ്. എൻ്റെ എപ്പോഴുമുള്ള ഫേവറേറ്റ് സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്കത്തിങ്കൾ കിളിയാ കുറുകാം എന്നുള്ള സോങ് ആണ്. ഓക്കെ, അമ്മയ്ക്ക് അറിയത്തില്ല. അപ്പോൾ ദിച്ചുനും മനുവേട്ടനുമാണ് കേട്ടോ ഈ ഒരു ഇതിൽ പോയിന്റ് വന്നിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ദിച്ചുട്ടിനെ ഒഴിവാക്കേണ്ടി വരും, കാരണം അവനറിയില്ല കോളേജ് ആ ഒരു ടൈം. അതായത് എൻ്റെ ബിഫോർ മാരേജ് കോളേജിൽ ഞാൻ പഠിച്ച സമയത്ത് എനിക്കൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. അതിൽ 7 പേരാണ് നമ്മുടെ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നത്. അതിലൊരു 3-2 പേരുടെ പേര് പറ. വീണ? ആ, ഗ്രീഷ്മ ഇല്ല. 2 പേരുടെ പേര് പറയണം. ആരൊക്കെ പറ, അറിയാവുന്ന പറ. 2-3 പേരുടെ പേര് പറഞ്ഞാൽ മതി. ആ ഓക്കെ, ദിച്ചുവിനെ അറിയോ? അമ്മേൻ്റെ പഴയ ഫ്രണ്ട്സിന് ആരെങ്കിലും? കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഫോട്ടോ കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, മനുവേട്ടൻ പറഞ്ഞോ. അപ്പോൾ ഇതിൽ അമ്മയും മനുവേട്ടനും പറഞ്ഞ കറക്റ്റാണ്. ഞങ്ങൾ 7 പേരായിരുന്നു ഗ്യാങ്. അതിൽ വീണ, രേഷ്മ, സനിത, ആശ, നീനു, അഞ്ജലി ആൻഡ് മീ. ഞങ്ങൾ 7 പേരായിരുന്നു. അപ്പോൾ അതിൽ 2 പേരുടെ പേര്, അമ്മ 3 പേരുടെ പേര് പറഞ്ഞു, മനുവേട്ടനും 3 പേരുടെ പേര് പറഞ്ഞു അല്ലേ? അപ്പോൾ 2 പേർക്കും 5 മാർക്ക് വീതം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകല്ലേ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആക്ടർ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നടൻ, അത് നിങ്ങൾക്ക് മൂന്നാൾക്കും അറിയാം, സിമ്പിളായിട്ട് പറയാം. പറ, ദിച്ചുടെ പറ. ഓക്കെ, ഇതിൽ എനിക്ക് അറിയാവുന്നത് മൂന്നാൾക്കും ഇത് ഒരുമിച്ച് പറയുന്ന അറിയാം, കാരണം ഇത് ഫേവറേറ്റ് ആക്ടറാണ് ലാലേട്ടൻ. അപ്പം ഇതിന്റെ ആൻസർ ലാലേട്ടനാണ്. അപ്പോൾ 3 പേർക്കും പോയിന്റ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതായത് 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ വെയർ ചെയ്യാൻ ഇടാൻ ഇഷ്ടമുള്ള ഡ്രസ്സ്, എനിക്ക് ഏറ്റവും കൂടുതൽ എല്ലാ ഡ്രസ്സും ഇഷ്ടമാണെങ്കിലും കുറച്ചും കൂടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇടാൻ എനിക്ക് ചേരുമെന്നൊക്കെ എനിക്ക് സ്വന്തമായി തോന്നുമ്പോൾ എനിക്ക് ഇടാൻ ഇഷ്ടമുള്ള ഡ്രസ്സ് എന്താ അമ്മ പറയുന്നത്? ദിച്ചു, അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഏതാ? അല്ല, ഡ്രസ്സ് ഏത് ഡ്രസ്സ് അമ്മയ്ക്ക് ഇഷ്ടം? മനുവേട്ടൻ ഒന്ന് ഒറ്റ പറഞ്ഞേ പറയാൻ പറ്റുള്ളൂ. ഇതിൽ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുള്ളത് ദിച്ചു ആണ് കേട്ടോ. എനിക്ക് എപ്പോഴും ഇടാൻ ഇഷ്ടമുള്ളൊരു ഡ്രസ്സ് എന്ന് പറയുന്നത് സാരിയാണ്. അല്ല, എനിക്ക് എല്ലാം ഇഷ്ടമാണ് ആക്ച്വലി. എനിക്ക് ജീൻസും ടോപ്പും അമ്മ പറഞ്ഞ പോലെ ചുരിദാറും കുർത്തിയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് എപ്പോഴും കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടമുള്ളത് സാരിയാണ്. അതാണ് പറഞ്ഞത്. അപ്പോൾ ദിച്ചുവിനാണ് ഈ ഒരു റൗണ്ടിൽ പോയിന്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇനി 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദിച്ചുട്ടാ റെഡി അല്ലേ? എന്നാൽ ഇങ്ങോട്ട് നോക്ക്. ഓക്കെ, 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എനിക്ക് എന്താ പറയുക, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കല ഏതാണ്? അതായത് കല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കലാരൂപങ്ങളുണ്ട്. കല എന്ന് പറയുമ്പോൾ എല്ലാം പെടും കേട്ടോ, ആർട്സിൽ പെടുന്ന എല്ലാം പെടും. അതിൽ എനിക്ക് ഏറ്റവും
ഓൾ ടൈം ഫേവറേറ്റ്. മ്യൂസിക്. ദിച്ചു മ്യൂസിക് പറഞ്ഞു, അമ്മ ഡാൻസ്. ഡാൻസ് ആണ് പറഞ്ഞത്. മനുവേട്ടൻ ഡാൻസ്. ഏതെങ്കിലും ഒന്ന് പറയണം. അമ്മ ഒന്നിൽ പറ, ഉറപ്പിച്ച് നിൽക്ക്. ഡാൻസ്. മനുവേട്ടൻ ഡാൻസ്. ദിച്ചു മ്യൂസിക്. ഓക്കെ, അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് അമ്മയും മനുവേട്ടനുമാണ്. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയുന്നത് ഡാൻസ് ആണ്. ക്ലാസിക്കൽ ഡാൻസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. അപ്പം അച്ഛയ്ക്കും അമ്മമ്മയ്ക്കാണ് കേട്ടോ മാർക്കുള്ളത് ഇതിൽ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മലയാളം സിനിമയിലെ താരജോഡികൾ. ദിച്ചു ഫസ്റ്റ് പറ. അമ്മയ്ക്ക് ആ നടികളാരാണ്? ലേഡി പെണ്ണുങ്ങളാരാണ് എനിക്ക് ഇഷ്ടം? അതായത് ഉർവശിയുണ്ട്, ശോഭനുണ്ട്, പാർവതിയുണ്ട്. അതിനാരാണ് ഇഷ്ടം? അതില്ല. ഓക്കെ, അവൻ സിമ്രാനെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട താരജോഡികൾ. അതായത് അങ്ങനെയല്ല, എനിക്ക് അവരുടെ അതായത് ആ നടനും നടിയും കൂടെ ഒന്നിച്ച് അഭിനയിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ കാണാൻ ഇഷ്ടം. അതാ ചോദിച്ചേ. ഒരാളെ പറയാൻ പറ്റുള്ളൂ. ഒരു നടി ഒരു നടനും അവർ അതേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, മനുവേട്ടൻ എന്താ പറയുന്നത്? ലാലേട്ടനും ശോഭയും. എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല, ഇനി മാറ്റി പറയാൻ പറ്റില്ല. ഇതിൽ മനുവേട്ടനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് ലാലേട്ടനും ശോഭനയും കൂടെ ഉള്ള ഒരു കോംബോ താരജോഡികളാണ് ഉള്ള മൂവി കാണാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മമ്മൂട്ടിയും ശോഭനയും നല്ല ജോഡികളാണ്, പക്ഷെ എനിക്കിഷ്ടം മോഹൻലാലും ശോഭനയും ജോഡികളാണ്. അപ്പോൾ മനുവേട്ടനാണ് ഈ ഒരു റൗണ്ടിൽ പോയിന്റ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. ഈ ക്വസ്റ്റ്യൻ കേട്ടാൽ നിങ്ങൾ ചിരിക്കും, എങ്കിലും ഒരു 10-15 ക്വസ്റ്റ്യൻ തയ്ക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. എനിക്ക് കുട്ടികളിൽ ബേബീസിൽ എനിക്ക് ഗേളിനെയാണോ ബോയിനെയാണോ ഇഷ്ടം? എനിക്ക് കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് പെൺകുട്ടീനെയാണോ ആൺകുട്ടീനെയാണോ ഇഷ്ടം? അന്നപ്പോഴും പറയാറില്ല, പെൺകുട്ടിയെ ഒരുക്കി നടക്കണം, പെൺകുട്ടിയെ പൊട്ട് തൊടിയിക്കണം, പെൺകുട്ടിയെ ഡ്രസ് ഇടിപ്പിക്കണം, അല്ലേ? പെൺകുട്ടികളെ ഇങ്ങനെ ഒരുക്കിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ 3 കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ബേബീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പെൺകുട്ടികളായിട്ടോ. 2 പേരെ ഇഷ്ടമാണെങ്കിലും എനിക്ക് കുറച്ചും കൂടെ ഒരുക്കിക്കൊണ്ട് നടക്കാനും അങ്ങനെയൊക്കെ ഇഷ്ടം പെൺകുട്ടികളെയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അമ്മ പറ ആദ്യം. അതായത് പറ. ദിച്ചു പറ. അമ്മയുടെ ആൻസർ പറഞ്ഞു. മനേട്ടൻ പറയണ്ട. അതേപോലെ അമ്മേന്റെ ആഗ്രഹം എന്താ? ദിച്ചു മനേട്ടൻ ആഗ്രഹങ്ങളുണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് പറയാനുള്ളത് ഒരുപാട് സ്ഥലങ്ങൾ കാണണം, ട്രാവൽ ചെയ്യണം, യാത്ര ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതിൽ മനുവേട്ടനാണ് പോയിന്റ് ഇട്ടിട്ടുള്ളത്. എനിക്ക് ജോലി കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമൊന്നുമില്ല. ഞാൻ ഒരു ഏകദേശം ഒരു മടിച്ചായതുകൊണ്ട് തന്നെ എനിക്ക് ജോലിന്റെ കാര്യത്തിൽ എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. യാത്രയാണ് എനിക്ക് ആഗ്രഹം. ദിച്ചു പൈസ എന്ന് പറഞ്ഞു, ക്യാഷ്. അതെ, എനിക്ക് ക്യാഷ് ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷേ എങ്കിലും ഞാനിവിടെ എഴുതിയിട്ടുള്ളത് എനിക്ക് എല്ലാ രാജ്യങ്ങളും എല്ലാ സ്ഥലങ്ങളും എനിക്ക് ഒന്ന് വിസിറ്റ് ചെയ്യണം, പോകണം എന്നുള്ളതാണ്, യാത്രകൾ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ മനുവേട്ടനാണ് കേട്ടോ പോയിന്റ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് അമ്മയ്ക്കും അറിയാം, ദിച്ചുവിനും അറിയാം, മനുവേട്ടന് സ്വന്തമായിട്ടും അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എനിക്ക് മനുവേട്ടനിൽ ഇഷ്ടമല്ലാത്ത ഒരു കാര്യം. എടാ ദിച്ചുട്ടാ, അച്ഛനിൽ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം. അമ്മ പറയും ഇങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം. ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഞാൻ ഫോൺ നോക്കുമ്പോൾ ഫോൺ കാണില്ല, അല്ലെങ്കിൽ അവിടെ പോയിട്ടില്ല, എന്തെങ്കിലും പറയുമ്പോൾ അനുസരിക്കില്ല, ഇതൊക്കെയല്ലേ നിങ്ങൾക്ക് പരാതികൾ അല്ലേ? ഓക്കെ, എന്നാൽ 3 പറഞ്ഞ ആൻസർ തെറ്റാണ്. പക്ഷേ എന്താ പറയുക, ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് ഫോണിൽ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണ ഇഷ്ടമല്ല. പക്ഷേ എങ്കിലും ഞാൻ ഇവിടെ നോട്ടിൽ എഴുതി വെച്ചിട്ടുള്ളത് മടി, ഉറക്കം. ഇത് രണ്ടും എനിക്ക് മനുവേട്ടന് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. കാരണം ഒരു സൺഡേ ലീവ് കിട്ടിയാൽ നോർമലി ഒരു മനുഷ്യൻ ഉറങ്ങുന്ന സമയത്തൊക്കെ ഉറങ്ങും. ഇത് ഫുൾ ടൈം ഉറക്കമായിരിക്കും. എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണമെന്ന് വെച്ചാൽ ഒന്നും നടക്കില്ല. അപ്പോൾ ഒന്നാമത്തത് മടി, രണ്ടാമത്തേത് ഉറക്കം. അപ്പോൾ ഇതാണ് മെയിനായിട്ട്. ആ ഫോൺ കാണേണ്ടതുണ്ട്, പക്ഷെ മെയിനായിട്ട് എനിക്ക് മടി ഉറക്കണം. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ ആർക്കും പോയിന്റ് ഇല്ല കേട്ടോ. ഇനി അടുത്ത് പറഞ്ഞാൽ ഒരു എല്ലാ നോർമൽ ക്വസ്റ്റ്യൻ, ഇതൊരു നോർമൽ ക്വസ്റ്റ്യനാണ്. ഇതിൽ ദിച്ചൂട്ടനെ അറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറിനെ, എൻ്റെ അച്ഛൻ്റെ അമ്മേനെ ഞാൻ വിളിച്ചുകൊണ്ടിരുന്ന പേര് അമ്മ പറയരുത്. ഇത് ഫസ്റ്റ് മനുവായിട്ട് പറയണം. അമ്മ പറയരുത് ഇപ്പോൾ. അമ്മ പറ. ദിച്ചുവിനെ അറിയില്ലല്ലോ. എന്താ അമ്മയുടെ അച്ഛമ്മേനെ എന്താ വിളിച്ചോണ്ടിരുന്നേ?
അത് കേട്ടിട്ട് പറഞ്ഞതാ, കുഴപ്പമില്ല. കൊച്ചമ്മച്ചി എന്നാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മേനെ വിളിച്ചുകൊണ്ടിരുന്നത്. ഞാനെന്നല്ല, ഞങ്ങളെല്ലാവരും കൊച്ചുമക്കളെല്ലാവരും വിളിച്ചത് അങ്ങനെയാണ്. പക്ഷെ അമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് അമ്മേൻ്റെ അടുത്തത് ചോദിക്കാഞ്ഞത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. ഇത് മനുവേട്ടനും അമ്മയ്ക്കും അറിയാവുന്നൊരു കാര്യമാണ്. പണ്ട് മുതലേ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ എന്താ അത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ആൻസർ പറയും. എനിക്കത് ആകണം എന്നായിരുന്നു ആഗ്രഹം. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കാം. ചെറുപ്പത്തിൽ എൻ്റെ ആഗ്രഹം എന്താകണം എന്നായിരുന്നു? ചെറുപ്പത്തിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താകണം എന്നായിരുന്നു? അമ്മ ആദ്യം പറയണം. എനിക്ക് എന്താകാനായിരുന്നു ഇഷ്ടം? അതെപ്പോഴാ? എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു ഫീൽഡാണല്ലോ ആ ഒരു ഫീൽഡ്. ഓക്കെ, അമ്മയുടെ ആൻസർ അത്. ദിച്ചുട്ടാ, അമ്മയ്ക്ക് എന്താവാനായിരുന്നു ആഗ്രഹം? അവനോട് ചോദിക്കണ്ട അല്ലേ, അത് അവനറിയില്ല. ദിച്ചിനോട് പറഞ്ഞിട്ടുണ്ടോ അമ്മ അമ്മയ്ക്ക് എന്താകണമെന്ന് ആഗ്രഹം? ഓക്കെ, ദിച്ചു അമ്മയും പറഞ്ഞ ടീച്ചർ ആവണം എന്നാണ്. മനുവേട്ടൻ എന്താ പറയണേ? എനിക്ക് ചെറുപ്പത്തിൽ എൻ്റെ ആഗ്രഹം ഓക്കെ, ഇതിൽ മനുവേട്ടൻ പറഞ്ഞാണ് കറക്റ്റ് ആഗ്രഹം. എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു സിനിമാ നടി ആകുക എന്നുള്ളത്. അമ്മയ്ക്ക് അറിയത്തില്ല, ഞാൻ സാരി കൊടുത്ത് പാട്ടൊക്കെ വെച്ച് അമ്മ ഇന്നെ കൊല്ലും ഗൈസ്. അല്ല, ഞാൻ ടീച്ചറും, അത് നമ്മൾ കുട്ടികളെല്ലാവരും ചെറുപ്പമായിരിക്കുമ്പോൾ ടീച്ചറൊക്കെ ആയിട്ട് ഇതാവുമല്ലോ. പക്ഷേ എനിക്ക് എൻ്റെ ആഗ്രഹം, ഏറ്റവും കൂടുതൽ ആഗ്രഹം സിനിമ നടി ആകണം എന്നായിരുന്നു ചെറുപ്പത്തിൽ. വലുതായപ്പോൾ ഞാനത് തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് താല്പര്യമില്ല. പക്ഷെ ചെറുപ്പത്തിൽ എൻ്റെ ആഗ്രഹം, അതെ, സ്വന്തം കഴിവ് തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റുന്നല്ല എന്ന് മനസ്സിലായതുകൊണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ആൻസർ ഇതിൽ മനുവേട്ടൻ പറഞ്ഞതാണ് കേട്ടോ കറക്റ്റ്. അപ്പോൾ മനുവേട്ടനാണ് പോയിന്റ് ഉള്ളത്. ഓക്കെ, എൻ്റെ നിലവിലത്തെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം, എന്നിൽ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ കേട്ടോ, കാര്യം എന്നല്ല, 2 കാര്യങ്ങൾ, അതിൽ ഒന്ന് പറഞ്ഞാലും മതി. എനിക്ക് എന്നിൽ ഇഷ്ടമല്ലാത്ത, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആവരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങൾ, അതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. പറയാമേ? അതായത് എനിക്ക് എന്നിൽ തന്നെ ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും. അമ്മ ക്വസ്റ്റ്യൻ പാസ്സാണോ? പാസ് ചെയ്യുമല്ലേ? ഓക്കെ, ദിച്ചുട്ടാ, അമ്മയ്ക്ക് അല്ല കുട്ടി പറ. അമ്മ പറയില്ലേ, അമ്മയ്ക്ക് അമ്മയുടെ എന്തെങ്കിലും ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ പറയണം, അതെന്താ? അങ്ങനൊന്നും അമ്മ പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ, ദിച്ചുവിന് ഈ ക്വസ്റ്റ്യൻ അറിയില്ല, അപ്പൊ അവനും പാസ് ചെയ്തേക്കട്ടെ. മോനോട്ടം പറയട്ടെ, എനിക്ക് എന്നിൽ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ. ഒന്നും കൂടെ പറ, വേറെ ഒന്നും കൂടെ പറയാൻ പറ്റുമോ? പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ, തടി നീ കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആണ് അത്യാവശ്യം. അപ്പൊ നിനക്ക് നിന്റെ തടിയിലും നിന്റെ മുടിയിലും ഒക്കെ നിനക്ക് ഇങ്ങനെ കുറച്ചൊക്കെ കെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആവരുത് ഇങ്ങനെ ആവുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ മനുവേട്ടനാണ് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുള്ളത്. അമ്മയ്ക്ക് അറിയില്ല പറഞ്ഞു, പിന്നെ ദിച്ചുവിനും അറിയില്ല. ഇതിൽ എനിക്ക് ആൻസർ എന്ന് പറയുന്നത് ഒന്ന്, എൻ്റെ ശരീരം തടിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. പിന്നെ എനിക്ക് ഭയം, എനിക്ക് ചില കാര്യത്തിൽ ഭയങ്കര ഉത്കണ്ഠ ഭയമൊക്കെയാണ്. അപ്പോൾ ആ 2 സാധനങ്ങൾ ഇനി നിന്ന് ഒഴിഞ്ഞു പോകണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് ഇഷ്ടമല്ലാത്ത 2 കാര്യങ്ങൾ. അതിലൊന്നും ഇപ്പോൾ മനുവേട്ടൻ പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. എനിക്ക് തടി എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ മനുവേട്ടനാണ് പോയിന്റ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് അമ്മയ്ക്കും മനുവേട്ടനും മെയിനായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് തെറ്റിച്ചാണ്ടല്ലോ അമ്മേ. എൻ്റെ നിലവിലത്തെ ശരീരഭാരം, എൻ്റെ വെയിറ്റ് എത്ര ഇപ്പോൾ എനിക്കുള്ളത്? അമ്മ, എനിക്കിപ്പോൾ ഉള്ള വെയിറ്റ് ഏകദേശം ഒരു ഇത് പറഞ്ഞാൽ മതി. നിങ്ങളുടെ ആര് പറയുന്നതാണോ കുറച്ച് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന നമ്പറായിട്ട് അവർക്കായിരിക്കും പോയിട്ട്. മനുവേട്ടൻ? ഓക്കെ, ദിച്ചു അമ്മയ്ക്ക് എത്ര വെയിറ്റ് ഉണ്ട്? ഉറപ്പാണോ? ഓക്കെ, ഇതിൽ ആൻസർ പറഞ്ഞതിൽ അമ്മയും ദിച്ചുവാണ് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞത്. എനിക്കിപ്പോൾ 64 കിലോ ആണ് നിലവിലുള്ളത്. അപ്പോൾ 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ? ഓക്കെ, എനിക്ക് ഏത് തരം ഫുഡ് വെയർ ആണ് ഇഷ്ടം? എനിക്ക് ഏത് തരം ചെരുപ്പുകൾ കുറേ ഉണ്ട്. അതായത് സാധാരണ ഹീലില്ലാത്ത ചെരുപ്പുണ്ട്, ഹീലുള്ള ചെരുപ്പുണ്ട്, ഷൂ ഉണ്ട്, അങ്ങനെ ഒരുപാട് ചെരുപ്പുകളുണ്ടല്ലോ. എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമുള്ളത് എന്താണ്? ഏത് ടൈപ്പിലെ ചെരുപ്പാണ്? അമ്മ ദിച്ചു പറ, അമ്മയ്ക്ക് എങ്ങനത്തെ ചെരുപ്പാണ് ഇഷ്ടം? ഹീലുള്ള ചെരുപ്പോ? ഓക്കെ, മനുവേട്ടനോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ടും ലാസ്റ്റ് റൗണ്ടത്തെ ക്വസ്റ്റ്യനും 3 ആളും പറഞ്ഞത് കറക്റ്റായിട്ടുള്ള ഉത്തരമാണ്. എനിക്ക് ഹീൽസ് ഇടാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ 3 ആൾക്കും പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ
ഇന്നത്തെ ഈ ഒരു ഗെയിം അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റ് ഹൂ നോസ് മീ ബെറ്റർ, നിങ്ങൾ ആരാണ് എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയെന്നുള്ള ഒരു സെഗ്മെൻ്റ് ആയിരുന്നല്ലോ ഇത്. അപ്പോൾ നമുക്ക് പോയിന്റ് കൂട്ടിയിട്ട് ഞാനിപ്പോൾ പറയാം, ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആരാണ് എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ ഇതുവരെ എന്നെ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരുടെയും മാർക്സ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടോട്ടൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് 15 ക്വസ്റ്റ്യൻ ആണ്. 15 ക്വസ്റ്റ്യനിൽ മനുവേട്ടൻ 12 എണ്ണത്തിന് ആൻസർ പറഞ്ഞു കറക്റ്റ് ആയിട്ടുള്ളത്. 5 മാർക്ക് ഇതാണ് 15 ക്വസ്റ്റ്യൻ. ടോട്ടൽ 75 വരുന്നത്. 12 ക്വസ്റ്റ്യൻ പറഞ്ഞു. ടോട്ടൽ 75. 15 ക്വസ്റ്റ്യൻ ഉണ്ട്, 5 മാർക്ക് വെച്ചിട്ട് ടോട്ടൽ മൊത്തം വരുമ്പോൾ 75 ടോട്ടൽ വരുന്നത്. അതിൽ അമ്മ പറഞ്ഞിട്ടുള്ളത് 8 ക്വസ്റ്റ്യൻ ആണ് ആൻസർ, കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുള്ളത്. 8 എണ്ണത്തിന് കറക്റ്റായിട്ട് അമ്മ ആൻസർ പറഞ്ഞിട്ടുള്ളത്. ദിച്ചും 8 എണ്ണത്തിനാണ് കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മനുവേട്ടനാണ് എന്നെ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഒരു സെഗ്മെന്റിൽ. അമ്മയത്രയാ, അമ്മ ഇതൊക്കെ ഞാൻ ഡെയിലി ഇവിടെ പറയലുള്ളതാ. അത് സത്യം. അതെന്താ വെച്ച് കഴിഞ്ഞാലേ അത് അമ്മ പറഞ്ഞത് കറക്റ്റ് ആയിട്ടില്ല. പക്ഷെ ഞാൻ ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യനും ആൻസറും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെ, ഇനിയിപ്പോൾ അതൊരു 5 മാർക്ക് അമ്മയ്ക്ക് തന്നാലും മനുവേട്ടൻ തന്നെയാണ് കൂടുതൽ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഹൂ നോസ് ജയിച്ചതിന്റെ സമ്മാനം എൻ്റെ സ്നേഹം മാത്രം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സെഗ്മെന്റ് കഴിയാണ്. അപ്പോൾ ടോട്ടൽ മനുവേട്ടന് 75ൽ 60 മാർക്ക് ഉണ്ട്. കൈകുട്ടി എല്ലാവരും കൈകുട്ടി പാസ്സാക്ക്. ഓക്കെ, ഇനി അമ്മയ്ക്ക് ടോട്ടൽ 70ൽ 40 മാർക്ക്. 75ൽ 40 മാർക്ക്. ദിച്ചൂട്ടന് 75ൽ 40 മാർക്ക്. അപ്പോൾ ദിച്ചൂട്ടനും അമ്മമ്മയും സെക്കൻഡ്, അച്ഛൻ ഫസ്റ്റും ആണേ. എന്നാൽ ഈ ഒരു ചെറിയ പ്രായത്തിൽ അവൻ എന്നെ എത്രത്തോളം മനസ്സിലാക്കിയല്ലോ. അതായത് 15 ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചില്ല, അവൻ 8 എണ്ണത്തിന്റെ ആൻസർ പറഞ്ഞു. അതെ, ഏകദേശം എൻ്റെ അമ്മയുടെ ഒപ്പം എത്തി. അതെ, അത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ദിച്ചുകൊണ്ട് ഒരു കയ്യടി കൂടുതൽ കൊടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഗെയിം ഇവിടെ കഴിയാണ് കേട്ടോ. അപ്പോൾ ലൈറ്റിങ്സിൻ്റെയും പലതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ പുറത്തിരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് എല്ലാവർക്കും ഒഴിവായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എന്താ മനുവേട്ടാ പറയാനുള്ളത്? അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? ദിച്ചു എന്താ പറയാനുള്ളത്? ഈ ഒരു ഗെയിമിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? രസമുണ്ടായിരുന്നു. എന്തായിരുന്നു ഒരു ഗെയിമിനെ, ഇപ്പം നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആൻസറിങ് അല്ലെങ്കിൽ ഒരു ഗെയിമിനെ പറ്റി പറയാനുള്ളത്? ദിച്ചുവിന് എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? അപ്പോൾ ഇനി നമുക്ക് ഇതേപോലത്തെ ഗെയിമൊക്കെ ചെയ്യാല്ലേ. ഇനി നമുക്ക് ചലഞ്ച് ചെയ്യുമ്പോഴേ പാവയ്ക്ക ജ്യൂസും ഇഞ്ചി ജ്യൂസും അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കുടിക്കേണ്ടി വരും, തെറ്റായിട്ട് ആൻസർ പറയുന്നത്. പക്ഷേ വേറെ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അതേപോലത്തെ ഒരു വീഡിയോ എത്രയും പെട്ടെന്ന് നമ്മൾ ഔട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും നിങ്ങൾ ചെയ്യുന്ന ഓരോ സബ്സ്ക്രൈബിൻ്റെ എണ്ണമൊക്കെ ആയിരിക്കും നമ്മളെ പുതിയ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടെ ഒരു ഹാപ്പിനെസ്സും ഒരു പ്രേരണയൊക്കെ അതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ല, റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടണിലൊന്ന് ഓൾ ഓപ്ഷൻ കൊടുത്ത് നിങ്ങളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അതെ, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും വരേക്കും. ടാറ്റാ, ബൈ ബൈ.